ഹരേ കൃഷ്ണ. ഞങ്ങൾ സെക്കൻഡ് ഹാഫ് പോയത് രുക്മിണി ദേവി മന്ദിർ ആയിരുന്നു. പിന്നെ അവിടെ ഒരു ശിവ മന്ദിരമുണ്ട്, ബഡ്കേശ്വര മഹാദേവ മന്ദിർ. ഓക്കെ, അപ്പോൾ ഈ പുറകിൽ കാണുന്നത് ഇത് അറബിക്കടലാണ്. അറബിക്കടലിൻ്റെ മുന്നിൽ നിന്ന് ഞങ്ങൾ എടുത്ത ഫോട്ടോയാണ് ഇത്. അപ്പം ഞങ്ങൾ കുറച്ച് തീരത്തൊക്കെ പോയുള്ളൂ, ഞങ്ങൾ ഇറങ്ങിയിട്ടൊന്നുമില്ല. അപ്പോൾ ഇതാണ് അർദ്ധനാരീശ്വര വിഗ്രഹത്തിൻ്റെ പോലെയാണ് ശിവമന്ദിറിൻ്റെ അത് കാണിച്ചിരിക്കുന്നത്. വലിയ മന്ദിരമൊന്നുമല്ല, ചെറിയതായിട്ടാണ്. അപ്പോൾ നേരത്തെ ഇവിടെയൊക്കെ വെള്ളം ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പം വെള്ളം കുറവായതുകൊണ്ടായിരിക്കും ആ വെള്ളമെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. ബഡ്കേശ്വര മഹാദേവ ടെമ്പിൾ. അപ്പോൾ ഇത് നന്ദിയെയാണ് കാണിക്കുന്നത്. ഈ കാണുന്ന അമ്പലം നാഗേശ്വര ജ്യോതിർലിംഗമാണ്. അപ്പോൾ ഫുൾ നമ്മുടെ ഇന്ത്യയിലുള്ളത്, ഭാരതത്തിലുള്ളത് 12 ജ്യോതിർലിംഗമാണ്. അപ്പോൾ ഇത് 8ാമത്തെ ജ്യോതിർലിംഗമാണ് നാഗേശ്വര ജ്യോതിർലിംഗം എന്ന് പറഞ്ഞാൽ. സ്വയംഭൂവായിട്ടുള്ള ജ്യോതിർലിംഗം. സ്വയംഭൂ എന്ന് പറഞ്ഞാൽ ഇത് ആരും മാൻമെയ്ഡ് ഒന്നുമല്ല, ഇത് തന്നെ കണ്ണൂർ സൃഷ്ടിയിൽ ഉണ്ടായതാണ് ഈ ജ്യോതിർലിംഗം. നാഗേശ്വര ജ്യോതിർലിംഗം 12 ജ്യോതിർലിംഗത്തിൽ നിന്ന് 8ാമത്തെ ജ്യോതിർലിംഗമാണ് ഇവിടെ അയ്യോ എന്തോ ചത്തുപോയോ? ഇത് നാഗേശ്വര ജ്യോതിർലിംഗത്തിലെ ഭഗവാൻ ശിവഭഗവാന്റെ സ്റ്റാച്ചു ആണ്. അതൊരു ഫോട്ടോ. അത് ടി സീരീസിലെ ഭൂഷൺ കുമാർ എന്ന വേണ്ടി ചെയ്തതാണ്. അപ്പം പുള്ളിക്കാരൻ ഉണ്ടാക്കിയപ്പോൾ വലിയ 56 ഫീറ്റുള്ള ഒരു ഭഗവാന്റെ പ്രതിഷ്ഠയാണ് അവിടെ. ഇത് നാഗേശ്വര ജ്യോതിർലിംഗം. അപ്പം അപ്പുറത്ത്
ഭഗവാന്റെ ഫസ്റ്റ് ഡേയിലെ സെക്കൻഡ് ഹാഫിൽ ഞങ്ങൾ ഇത്രയും കാര്യങ്ങളാണ് കണ്ടത്. ഇത് ശിവമന്ദിരത്തിലെ നമ്മുടെ നന്ദിയാണ്. അപ്പോൾ ഞങ്ങൾ ചുമ്മാതെ അവിടെ ഫോട്ടോ എടുത്തതേ ഉള്ളൂ. നന്ദിയുടെ ചെവിയിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പറയണം. കൃഷ്ണ സർവം കൃഷ്ണ.